ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. ചിലത് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചിലത് നമ്മളുടെ അടുത്തേക്ക് വരില്ല. നമ്മളുടേതാവാത്ത ചില കാര്യങ്ങളുണ്ട്, നമ്മളുടെ കൺട്രോൾഡ് അല്ലാത്ത കാര്യങ്ങൾ. നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എത്ര അത് ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് എത്തില്ല. നമ്മൾ അതിനു വേണ്ടി ചിലപ്പോൾ കുറേ എഫേർട്ട് എടുക്കുന്നുണ്ടാവും. പക്ഷെ എന്തോ ചില കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വിധി എന്നൊക്കെ പറയും, അതുകൊണ്ടൊക്കെ നമ്മളുടെ അടുത്തു നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ തട്ടിത്തിരിഞ്ഞ് പോകും. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. അതായത് നമ്മൾക്ക് വിധിച്ച സംഭവങ്ങളാണെങ്കിൽ, നമ്മൾക്ക് വേണ്ടിയിട്ട് ദൈവം കരുതി വെച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്ര കാലം കഴിഞ്ഞിട്ടാണേലും അല്ലെങ്കിൽ അതിന് എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് നമ്മളെ അടുത്തേക്ക് തന്നെ വരും. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയല്ല. ചിലത് നമ്മൾ വിചാരിക്കും എളുപ്പമാണ് നമുക്കത് നേടിയെടുക്കുക എന്നുള്ളത്. പക്ഷെ എന്തോ ഒരു ശക്തിയുണ്ട്, പ്രകൃതിയിലെ ഒരു ശക്തി അതിനെ തട്ടിത്തെറിപ്പിച്ച് കളയും. പക്ഷെ നമുക്ക് ഇപ്പോൾ നല്ല കാലം എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, നല്ല കാലം ചീത്തകാലം എന്നൊക്കെ പറയും. ചില സമയത്ത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക, ഒന്നും ചെയ്തില്ലെങ്കിലും അത് നമ്മളുടേതായി നേടാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളടുത്തേക്ക് വരും. അത് നമ്മൾക്കായി ദൈവം കരുതി വെച്ചുള്ള സംഭവങ്ങളായിരിക്കും. ചിലത് ഈ പറഞ്ഞ പോലെ നമ്മളെ അടുത്തൊന്നും നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്കത് നഷ്ടമാകും. അത് നല്ല സമയമാണെങ്കിൽ നമ്മൾ ആ സമയത്ത് അതിനു വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഉയരങ്ങളിലൊക്കെ എത്താൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു ഷാരൂഖ് ഖാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, ഷാരൂഖ് ഖാൻ്റെ കുട്ടിക്കാലമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. പക്ഷെ അവൻ സിനിമാ ഫീൽഡിലൊക്കെ അദ്ദേഹം സിനിമാ ഫീൽഡിലൊക്കെ വന്നപ്പോൾ ആൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ആളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ ആളുടെ ഒരു ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞതാണ്, ആളെ പോലെ ഒരുപാട് കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട്, പക്ഷെ ഈ ഫീൽഡിലുണ്ട്. പക്ഷെ എന്തോ ചില ആൾക്ക് ആ സമയം നല്ലതായതുകൊണ്ടും ആളുടെ ആ ഹാർഡ് വർക്ക് കൊണ്ടും ആ സമയത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടും അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴും ആ നല്ല സമയം കൂടെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയാം ലക്ക്, ഭാഗ്യം ഉള്ളതുകൊണ്ടും, ഭാഗ്യം കൂടെ വേണം ചില കാര്യങ്ങൾക്ക്. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നില്ലേ, അതും കൂടെ ഉണ്ടെങ്കിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയി വരുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടേതായി തീരുള്ളൂ അത്. അപ്പോൾ അതുപോലെയാണ് ഇത്ര ഷാരൂഖ് ഖാൻ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ സമയം കൂടെ നല്ലതായതുകൊണ്ട്, അയാളുടെ ഭാഗ്യം കൂടെ അയാളെ തുണച്ചതുകൊണ്ട് ആൾക്ക് വലിയ നിലയിൽ എത്താൻ കഴിഞ്ഞു. അതുപോലെ കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും എല്ലാ മേഖലയിലും അതേ മേഖലയിൽ തന്നെ ശോഭിക്കാൻ കഴിയാറില്ല. എന്താ പറയുക, ഭാഗ്യക്കുറവ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതങ്ങനെയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ദൈവം അങ്ങനെയാണ്, പ്രകൃതി അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരുടെ അടുത്തേക്ക് എത്തില്ല. ചിലത് നമുക്ക് അർഹത ഉണ്ടെങ്കിൽ പോലും നമുക്കത് അനുഭവിക്കാനുള്ള യോഗം വരാറില്ല എന്നുള്ളതാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളതിനെ അംഗീകരിക്കുക, ഓക്കെ അത് നമുക്കുള്ളതല്ല എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ അംഗീകരിച്ചാൽ മതി. അതിനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അതിലെത്തും. പിന്നെ നമ്മൾ ചിലത് എന്താ പറയുക, എല്ലാ കാലത്തും നമ്മളുടെ കൂടെ എല്ലാവരും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലേ? ഇപ്പം നമ്മളെപ്പോഴും ആഗ്രഹിക്കുകയാണ് അച്ഛനും അമ്മയും എപ്പോഴും നമ്മുടെ കൂടെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കുമോ? അതായത് മരണം എന്നുള്ളത് ഒരു സംഭവമുണ്ട്, അത് അനിവാര്യമാണ്. നമുക്ക് ആർക്കും തടുക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഈ മരണം. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഒരിക്കലും പിരിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആയിരിക്കും ദൈവം ആദ്യം നമ്മളെ നിന്ന് പിരിച്ചുകൊണ്ട് പോവുക. നമ്മളെ കൊണ്ട് കൺട്രോൾഡ് അല്ലാത്ത കാര്യങ്ങൾ, അല്ലേ? നമുക്കതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മരണത്തെ തടുക്കാൻ ഇന്ന് ആർക്കും കഴിയില്ല. അതിപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, മക്കളായിരിക്കാം, ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, ആരും ആയിക്കോട്ടെ. പക്ഷെ മരണം എന്നുള്ളത് അനിവാര്യമാണ്. അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആര് എപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ ഈ ലോകത്തു നിന്ന് പോകുന്നുള്ളത്. അതും നമ്മളുടെ കൺട്രോളിലല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അതിനെ നമ്മൾ ആ റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യുന്നേ വേണം, അല്ലേ? നമ്മളിപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയി എന്ന് വെച്ചിട്ട് നമുക്ക് ഒപ്പം മരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അതിനെ അംഗീകരിച്ച്, അത് ആ ആൾക്ക് ഈ ഭൂമിയിൽ ഇത്രയും സമയമുള്ളൂ. ചില ആൾക്കാരൊക്കെയാണ്, മക്കളൊക്കെ, പ്രത്യേകിച്ച് മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അമ്മമാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർക്ക് ആ റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക്
ഒരിക്കലും അവരെ കൊണ്ട് സാധിക്കില്ല. അതാണ് ഒരു അമ്മയുടെ ഒരു പ്രത്യേകത. അമ്മമാർക്ക് മക്കൾ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു, അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യനിധി എന്ന് പറയുന്നത് മക്കളാണ്. അവരെ നഷ്ടപ്പെട്ടിട്ട്, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് വേറെ എന്തുണ്ടായിട്ടും വേറെ ഒന്നിനെ കൊണ്ടും അവരെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പക്ഷേ നമുക്ക് എന്തായാലും ജീവിക്കണ്ടേ? നമ്മൾ ആ റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുക തന്നെ വേണം. അപ്പോൾ അതങ്ങനെയാണ്, ഒരു പ്രകൃതി നിയമങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് പ്രകൃതിയിൽ, അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ കാലത്തും എല്ലാവരോടും സോഫ്റ്റായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് എല്ലാ ആൾക്കാരോടും ഒരുപോലെ പെരുമാറാനൊന്നും പറ്റിയെന്ന് വരില്ല, ഇല്ലല്ലോ. ലോകം അങ്ങനെയാണ്, വളരെ ക്രൂരമാണ് ചില സമയത്ത് ലോകം നമ്മളോട് പെരുമാറുക. ചില സമയത്തെങ്കിലും നമ്മൾക്ക് ചില സാഹചര്യത്തിൽ ക്രൂരമായി പെരുമാറേണ്ടി വരും, അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരും, അല്ലേ? എല്ലാ കാലത്തും നമുക്ക് ഒരേപോലെ നമ്മളുടെ പെരുമാറ്റത്തെ കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. ക്രൂരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ മോശമായ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് പ്രതികരിച്ച് പോകും. നമ്മൾക്ക് പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കണമല്ലോ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും അവരോട്, അപ്പോൾ ആ സമയത്ത് നമുക്ക് മൃദുവായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്നും പെരുമാറാനൊന്നും പറ്റില്ല, സംസാരിക്കാനും കഴിയില്ല. അതും ഒരു നമ്മളുടെ നിയന്ത്രണത്തിലല്ലാതെ വരുന്നൊരു കാര്യമാണ്. നമ്മളത് അങ്ങനെ ആയിപ്പോവാണ്. നമുക്ക് ആ സമയത്ത് കൺട്രോൾ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നിയന്ത്രണം വിട്ടിട്ട് നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്തത് ആയി മാറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് പ്രതികരിക്കും, അല്ലേ? കുറച്ച് കഠിനമായി സംസാരിക്കുക, മൃദുവായി സംസാരിക്കാൻ നമുക്ക് ആവാൻ കഴിയില്ല. ചില അങ്ങനെയാണ്, ഈ ലോകം അങ്ങനെയാണ്. നമ്മളെ ചില അവസരങ്ങളിൽ നമ്മളിപ്പോൾ ചില ആളുകളോട് നമ്മൾ ചിലപ്പോൾ എത്ര നല്ലത് അവർക്ക് പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ ചെയ്തു കൊടുത്താലും അവരതിൻ്റെ നെഗറ്റീവ് വശത്തേ കാണുള്ളൂ. അതിനൊരു ഏത് കാര്യത്തിനും നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും ഉണ്ട്. പക്ഷെ പോസിറ്റീവ് വശത്തെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പക്ഷേ ചില ആൾക്കാർ പോസിറ്റീവായ സംഭവങ്ങളിലേക്ക് നോക്കുകയില്ല. എന്താണ് അതിൻ്റെ നെഗറ്റീവ് വശം എന്ന് നോക്കിയിട്ട് അതിനെ വലുതാക്കി കാണിച്ച് ആ ആളിനെ എന്താ പറയുക, ഇല്ലാണ്ടാക്കുക. അങ്ങനെയാണ് ചിലർ ചെയ്യുക. അവരെയൊന്നും നമുക്ക് തിരുത്താൻ കഴിയില്ല. നമുക്ക് ശ്രമിക്കാം, പക്ഷെ ചിലരെ കൊണ്ട് നമ്മളെ കൊണ്ട് തിരുത്താൻ കഴിയില്ല. നമ്മൾക്ക് അപ്പോൾ അവരോട് കുറച്ച് റോങ്ങായി സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പെരുമാറേണ്ടതായിട്ട് വരും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ മനുഷ്യന്മാരല്ലേ, അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ. നമ്മളെപ്പോഴും എല്ലാവരോടും സോഫ്റ്റായിട്ട് എല്ലാവരോടും നല്ല ചോദിച്ച് കഴിയില്ല നമ്മൾക്ക്. നമ്മൾ ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അവരവരുടേതായ ഇംപെർഫെക്ഷൻസ് അവരവരുടെ ഉള്ളിലുണ്ട്. ഈ ലോകത്ത് നമ്മൾ ഒരാളെ നോക്കിയാൽ ഒന്നല്ലെങ്കിൽ ഒന്നൊരു കുറവ് ഒരാളിൽ ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക, അത്ര തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ നമ്മളുടെ കൂടെ ഉണ്ടാവുക എപ്പോഴാണ്? നമ്മളെ കുറേ കാശുള്ളപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും പണം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ആയി, അല്ലേ? ഒരു 90% കാര്യങ്ങളും ആൾക്കാരും നമ്മളെ കൂടെ ഉണ്ടാവുക പണമുള്ളപ്പോഴാണ്. നമുക്ക് പണവും നമ്മളവരെ സഹായിക്കാനും അവർക്ക് കൂടുതൽ പരിഗണനയൊക്കെ കൊടുക്കുമ്പോൾ നമ്മളുടെ കൂടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമ്മളതിൽ ഒന്നും ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക. ചില ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണ്. ചിലവർ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മൾക്ക് രക്ഷകരായി വരും. ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കും, നമ്മൾ കണ്ടിട്ടും കൂടെ ഇല്ലാത്ത ആൾക്കാരായിരിക്കും നമുക്ക് ദൈവതുല്യരായിട്ടൊക്കെ വരിക എന്ന് പറയില്ലേ. ശരിക്കും അങ്ങനെയാണ്. നമ്മൾ അത്രയും ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധിയുടെ അങ്ങേ തലക്കിൽ എത്തുന്ന സമയത്ത് നമ്മളിനി എന്ത് ചെയ്യണം അറിയാതെ നമുക്ക് ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ആത്മഹത്യയുടെ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരേനെ ആയിരിക്കും ദൈവം നമ്മളെ മുന്നിൽ കൊടുത്തിട്ട്, ചിലപ്പോൾ നമ്മൾ അവരെ ചിലപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാവും. നമ്മൾ തീരെ ജീവിതത്തിൽ വില കൊടുക്കാത്ത ആൾക്കാരേനെയൊക്കെ ആയിരിക്കും ദൈവം നമ്മളെ മുന്നിൽ രക്ഷകരായി കൊണ്ടു നിർത്തുക, അല്ലേ? അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ദൈവം, അങ്ങനെയാണ് നമ്മളോട് ചെയ്യും. ഇന്നും ഞാൻ അറിയാത്ത അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെയാണ് എനിക്കിന്നുള്ളത്. ഞാൻ എന്നെ സഹായിക്കും അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്നൊന്നും എനിക്കൊരിക്കലും സപ്പോർട്ട് കിട്ടാറില്ല. പക്ഷെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഞാൻ ഇനി ഒരിക്കലും കാണാനും കൂടെ പോകുന്നില്ല, അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് പോലും എനിക്ക് സപ്പോർട്ടുകൾ കിട്ടാറുണ്ട്. അത് ചില ആൾക്കാരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞോളണമെന്നൊന്നുമില്ല ഒരാളെ മനസ്സിലാവാൻ.
ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, മനസ്സിലാക്കാനുള്ളൊരു കഴിവ്. ഓരോരുത്തരുടെ അത് ഓരോരുത്തരുടെ മാനസിക കഴിവായിരിക്കും. ചില ആൾക്കാരുടെ ഉള്ളിലുള്ള കാരുണ്യം ദയൊക്കെ കാരണമായിരിക്കും അവരിലുള്ള പോലുള്ള ആൾക്കാരെ മറ്റുള്ള ഒരാളിൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പണം നോക്കിയിട്ടൊന്നും കൂടെ ഉള്ളവരെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവരൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ജീവിതത്തിൽ നിന്ന് പോകും. അപ്പോൾ നമ്മൾ എല്ലാവരും വേണം, പക്ഷെ എല്ലാത്തിലും ഒരു നമ്മളുടേതായ ഒരു അതിരുകൾ വേണം. അതിര് കവിഞ്ഞിട്ട് ആരോടും അടുപ്പം വേണ്ട. നമ്മൾ നിൽക്കേണ്ടോടത്ത് നമ്മൾ നിന്നിട്ട് കൊടുക്കേണ്ട പരിഗണന കൊടുക്കേണ്ടവർക്കും എല്ലാവർക്കും കൊടുക്കുക. പക്ഷെ ഓവറായിട്ടൊന്നും ആരോടും ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെയാണ്. കൊടുത്തിട്ട് കാര്യമില്ല. പണമുള്ളപ്പോൾ കൂടുതലുള്ള ആൾക്കാരെ തന്നെയല്ല നമുക്ക് ആവശ്യം വേണ്ടത്. നമ്മൾക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾക്ക് ആൾക്കാരേനും സപ്പോർട്ടുകളൊക്കെ വേണ്ടി വരിക. അപ്പം നമ്മളെ കൂടെ ആരുണ്ട് വെച്ചാൽ അവരൊക്കെയാണ് യഥാർത്ഥ സുഹൃത്തുക്കളും അവരൊക്കെയാണ് നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ കൂടെ വേണ്ടത്. അപ്പോൾ ആളുകൾ എന്ന് വേണമെങ്കിലും മാറും. അങ്ങനെയാണ് ചില ആൾക്കാരങ്ങനെയാണ്. എന്ന് വേണമെങ്കിലും നമ്മൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക അല്ലേ? അതാണ് വേണ്ടത്. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ചില ആൾക്കാരുണ്ട്, നമ്മളൊരു 1000 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ചെയ്ത ഒരു ചീത്ത കാര്യത്തിൽ അത് വെച്ചിട്ടായിരിക്കും നമ്മളതിനെ അവർ വിലയിരുത്തുക. നമ്മൾ ആ 900 അല്ലെങ്കിൽ 1000 കാര്യങ്ങളും അവിടെ എന്താ പറയുക വിലയില്ലാതായിപ്പോൾ ചെയ്തിട്ടുള്ള ഒരൊറ്റ ചീത്ത കാര്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നമ്മളതിനെ വിലയിരുത്തും. അപ്പോൾ പല ആൾക്കാരും പല രീതിയിലും നമ്മളതിനെ വിലയിരുത്തും. അതൊന്നും നോക്കണ്ട. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ജീവിതത്തിൽ, അതായത് പ്രകൃതി നിയമങ്ങൾ, പ്രകൃതി സത്യങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചിലത് അങ്ങനെയാണ്. അതിനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ വഴിക്ക് വിടുക, എന്നിട്ട് നന്നായിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട്. ഓക്കെ, താങ്ക് യു.